ഡോക്ടർ സുകുമാർ അഴീക്കോട് ഓർമ്മയായിട്ട് 13 വർഷമാകുമ്പോഴും അഴീക്കോട് മാഷ് സ്മാരകമെന്ന ലക്ഷ്യം ഇനിയും പൂർത്തീകരിക്കാനായില്ല. 1 കോടി രൂപയോളം ചെലവഴിച്ച് സ്മാരകം നവീകരിച്ചുവെങ്കിലും സ്മാരക മന്ദിരം ഇനിയും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയില്ല. 2021 നവീകരണം പൂർത്തിയാക്കിയ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചത്. ബഹുമുഖ പ്രതിഭയും പുരോഗമന വക്താവുമായിരുന്ന സുകുമാർ അഴീക്കോടിന്റെ സ്മരണ നിലനിർത്താൻ കെട്ടിടങ്ങൾ മാത്രം പോരാ എന്നായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞ വാക്കുകൾ. എന്നാൽ എല്ലാം വാക്കുകളിൽ ഒതുങ്ങി. സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും നടന്നില്ല. മുകൾ ഭാഗത്ത് ലൈബ്രറിയും വലിയ ഹാളും വായനാമുറിയുമാണ് ഒരുക്കിയിരിക്കുന്നത്. താഴെ സന്ദർശന മുറിയിൽ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എപ്പോഴും കേൾക്കാവുന്ന വിധം ഡിജിറ്റൽ സംവിധാനവും അഴീക്കോടിൻ്റെ സൃഷ്ടികൾ, ലഭിച്ച ഉപഹാരങ്ങൾ, ഉപയോഗിച്ച സാമഗ്രികൾ എന്നിവ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കൂടാതെ പിൻവശത്ത് പുഴയോരത്ത് ചർച്ചകൾക്കും മറ്റു കൂട്ടായ്മകൾക്കും വേണ്ടിയുള്ള സൗകര്യമൊരുക്കും. മുൻവശത്ത് പൂന്തോട്ടവും പുൽത്തകടിയും ഒരുക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് റഫറൻസിന് വേണ്ടി പുസ്തകങ്ങളും ശബ്ദശേഖരവുമൊക്കെ എളുപ്പം ലഭിക്കാവുന്ന വിധം ക്രമീകരിക്കും എന്നൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം പാഴ്വാക്കായി മാറി. അക്കാദമി നിയോഗിച്ചിരിക്കുന്ന വനിതാ കെയർടേക്കർ മാത്രമാണ് സ്മാരക മന്ദിരത്തിൽ ഉള്ളത്. അഴീക്കോട് മാഷിൻ്റെ ചിതാഭസ്മം അദ്ദേഹം ഉപയോഗിച്ച മുറിയിലെ അലമാരയിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ഒല്ലൂർ ടൂറിസം ഇടനാഴി പദ്ധതിയിൽ അഴീക്കോട് സ്മാരക മന്ദിരം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ സന്ദർശകരും ഇവിടെ എത്തുന്നില്ല. TCV ന്യൂസ്, തൃശ്ശൂർ.